നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഭരണസ്തംഭനമെന്നും മുഖ്യമന്ത്രി ലക്ഷ്മി നായരിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണെന്നും KPCC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ്. അന്തരിച്ച E. അഹമ്മദ് MP ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖം. കാസർഗോഡ് സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഭാരതീയ വൈദ്യകീയ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് വേഗത്തിൽ നടക്കൽ പരിപാടി സംഘടിപ്പിച്ചു. ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. AKM-DSI and WA ഫെബ്രുവരി 8 സംഘടിപ്പിക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്തുള്ളപ്പോഴും മുഖ്യമന്ത്രി ലക്ഷ്മി നായരിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ്. KPSTA പ്രഥമ കാസർഗോഡ് റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രഥമ സമ്മേളനമാണ് കാസർഗോഡ് നഗരസഭാ ഹാളിൽ ആരംഭിച്ചത്. പരിപാടി KPCC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭരണസ്തംഭനമാണെന്നും മുഖ്യമന്ത്രി ലക്ഷ്മി നായരിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണെന്നും PC വിഷ്ണുനാഥ് ആരോപിച്ചു. മുഖ്യമന്ത്രി അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ ന്യായീകരിച്ചിരിക്കുകയാണ്. രണ്ടാമത് കേരളത്തിലെ ഏറ്റവും പ്രമുഖയായ ഒരു വ്യക്തിയെയും അദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ട്. വ്യക്തിയുടെ പേര് ലക്ഷ്മി നായരെന്ന്. ഈ സംഘടനയുടെ ഈ സർക്കാരിലെ LDFിലെ ഒരു കക്ഷിയായ CPIയുടെ വിദ്യാർത്ഥി സംഘടന സമരത്തിലാണ്. KSU സമരത്തിലാണ്. KPCCയുടെ മുൻ അധ്യക്ഷൻ K. മുരളീധരൻ നിരാഹാര സമരത്തിലാണ്. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF സമരത്തിലാണ്. ഇതൊന്നും പോരാഞ്ഞ് മൂന്നാറിലെ പെമ്പളെ ഒരുമയെ പോലെ ഒരു സംഘടനയിലും പെടാതെ ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥിനികൾ പാർട്ടിയുടെ ബാനർ ഇല്ലാതെ 23 ദിവസമായി സമരത്തിലാണ്. പക്ഷേ മുഖ്യമന്ത്രി ലക്ഷ്മി നായരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. പരിപാടിയിൽ KPSTA ജില്ലാ പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം P. ഗംഗാധരൻ നായർ, മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അജിത് കുമാർ, ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, KPSTA സീനിയർ വൈസ് പ്രസിഡന്റ് TS സലീം, INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് തുടങ്ങി വിവിധ സംഘടനാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖമായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ E. അഹമ്മദ് MP എന്ന് മുസ്ലിം ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച സർവകക്ഷി അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VM മുനീർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മൊയ്തീൻ കൊല്ലമ്പാടി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, NA നെല്ലിക്കുന്ന് MLA, TE അബ്ദുള്ള, A. അബ്ദുൾ റഹ്മാൻ, AM കടവത്ത്, ജനറൽ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കള, P. ഗംഗാധരൻ നായർ, മുഹമ്മദ് ഹനീഫ, T. കൃഷ്ണൻ, M. അനന്ത നമ്പ്യാർ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, അഡ്വക്കേറ്റ് CV ദാമോദരൻ, V. കമ്മാരൻ, PP രാജു തുടങ്ങി വിവിധ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ സങ്കട നിവാരണത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് തെളിയിച്ച അപൂർവം നേതാവാണ് അഹമ്മദ് സാഹിബ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ വഴികൾ വേറെ തന്നെയായിരുന്നു. ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി ഭാരതീയ വൈദ്യകീയ സംഘം വേഗത്തിൽ നടക്കുക എന്ന പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ഭാരതീയ വൈദിക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വേഗത്തിൽ നടക്കുന്ന പരിപാടി സംഘടിപ്പിച്ചത്. MLA NA നെല്ലിക്കുന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ്, JC, IAP, ഫോക്സി, ISA തുടങ്ങിയ സംഘടനകളും വേഗത്തിൽ നടക്കുക എന്ന പരിപാടിക്ക് പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. മോട്ടോർ വാഹന മേഖലയിലെ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഫെബ്രുവരി 8 സംഘടിപ്പിക്കുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചരണാർത്ഥമായി ജില്ലാതല വാഹന ജാഥ സംഘടിപ്പിച്ചു. കാസർഗോഡ് മുതൽ കാലിക്കടവ് വരെ നീണ്ട ജാഥയുടെ ഉദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു.
ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 8 നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലയിൽ വാഹനജാഥ സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹന മേഖലയിലെ ഫീസുകൾ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കാസർഗോഡ് മുതൽ കാലിക്കട് വരെ നടത്തിയ വാഹനജാഥയുടെ ഉദ്ഘാടനം നെല്ലിക്കുന്ന എംഎൽഎ നിർവഹിച്ചു. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒരുതരം ആനന്ദമാണ്. ഇതൊരു സാഡിസ്റ്റുകളുടെ സ്വഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ത് ചെയ്താലും നമ്മുടെ നാട്ടിൽ ഇത് ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരവസ്ഥ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് വന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവിരാമം തുടരും. അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഇത് ഒരു കിരാത നിയമമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു കാടത്തമാണ്. ജാഥയ്ക്ക് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു, ജലീൽ കോയ, EK ഡോളിയാർ, AG അമീർ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് പ്രവർത്തിച്ചു വരുന്ന ബീവറേജ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാല പടന്നക്കാട്ടേക്ക് മാറ്റുന്നതിനെതിരെ നാട്ടുകാരുടെ എതിർപ്പ് ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ച് സമരം തുടങ്ങി. ബീവറേജ് മദ്യവിൽപ്പനശാല പടന്നക്കാടേക്ക് മാറ്റാനുള്ള അധികൃതരുടെ ശ്രമം ഉപേക്ഷിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് നാട്ടുകാർ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നതിലൂടെ ഇവിടുത്തെ മതസൗഹാർദ്ദം തകരുമെന്നും സമാധാനാന്തരീക്ഷം താറുമാറാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റെയിൽവേ മേൽപ്പാലത്തിനും ദേശീയപാതയ്ക്കും അരികിലാണ് നിർദ്ദിഷ്ട ബീവറേജ് മദ്യവിൽപ്പനശാല സ്ഥാപിക്കാൻ പോകുന്നത്. വനിതാ സഹകരണ ബാങ്ക്, ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ശാഖ, KSEB സെക്ഷൻ ഓഫീസ് എന്നിവയും ഇവിടെ അടുത്താണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ യാതൊരു സാഹചര്യത്തിലും പടന്നക്കാട് മദ്യവിൽപ്പനശാല പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് കർമ്മസമിതിയുടെ തീരുമാനം. T സത്യൻ ചെയർമാനും ബിൽടെക് അബ്ദുള്ള കൺവീനറുമായുള്ളതാണ് കർമ്മസമിതി. ഈ നാട്ടിൽ ഒരു ക്ഷാമമായിട്ട് പോവുകയാണ്. അത് വന്നാൽ തന്നെ ഈ നാട്ടിൽ പിന്നെ 1-2 ബാങ്ക്, ഒരു വനിതാ ബാങ്ക്, ഒരു ഇലക്ട്രിക് ഓഫീസ്, അതുപോലെ തന്നെ ചുറ്റുപാടും നമ്മുടെ യാത്ര ചെയ്യുന്ന വീട്, ക്വാർട്ടേഴ്സ്, അതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ വില്ലേജ് ഓഫീസ് ഇവിടെ വരുന്നത്. അത് നമ്മൾ പറയുന്ന 500 മീറ്ററിന് പുറത്ത് വെക്കണം എന്നാണ്. ഇപ്പോൾ 500 മീറ്ററൊന്നുമില്ല എന്നുള്ള അളക്കുമ്പോഴേക്ക് 470 മീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഏത് കാരണവശാലും ഞങ്ങൾ ഇത് അനുവദിക്കില്ല. ഇവരെ കൂടാതെ കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർമാരായ K രമണി, അബ്ദുൽ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബീവറേജ് മദ്യവിൽപ്പനശാലയ്ക്കെതിരെ സമരം നടക്കുന്നത്. പടന്നക്കാട് ബീവറേജിനെതിരെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പ്രവർത്തകരും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ഇവിടെ ഒരു ബീവറേജ് വേണ്ടേ എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ 3 ദിവസമായി സമരപന്തലിൽ. ശ്രീ വിശ്വകർമ്മ ഭജന സംഘത്തിന്റെ 60ാം ഭജന വാർഷികോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന വാർഷികോത്സവം ഫെബ്രുവരി 5 സമാപിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന വിശ്വകർമ്മ ഭജന സംഘത്തിന്റെ 60ാം ഭജന വാർഷികോത്സവത്തിനാണ് തുടക്കമായത്. മായിപ്പാടി തന്ത്രിവര്യൻ മാധവ ആചാര്യയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഗണപതി ഹോമം, ദീപപ്രതിഷ്ഠ, ഭജന ആരംഭം തുടങ്ങിയ ചടങ്ങുകളോടെ നടന്ന വാർഷികോത്സവത്തിൽ മഹാപൂജയും രാത്രിയിൽ കാഴ്ചവരവും സംഘടിപ്പിക്കും. മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ബാങ്ക് റോഡ്, കറന്തക്കാട് ശിവാജി റോഡ് വഴി മന്ദിരത്തിൽ എത്തിച്ചേരും. മഹാപൂജയോടെ 1ാം ദിവസത്തെ ചടങ്ങുകൾക്ക് സമാപനമാകും. ഭജനോത്സവത്തിന്റെ സമാപനം ഫെബ്രുവരി 5 നടക്കും. ടർക്കിഷ് മസാലയുടെ രുചി ഇനി കാസർഗോഡും. നായന്മാർ മൂലയിൽ പ്രവർത്തനം ആരംഭിച്ച ഗ്രിൽ പോയിന്റിലാണ് ഭക്ഷണപ്രിയർക്കായി ടർക്കിഷ് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് നായന്മാർ മൂലയിലാണ് ഭക്ഷണപ്രിയർക്ക് രുചിയേറും വിഭവങ്ങളുമായി ഗ്രിൽ പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചത്. ടർക്കിഷ് വിഭവങ്ങളാണ് ഗ്രിൽ പോയിന്റിന്റെ വ്യത്യസ്തത വെളിപ്പെടുത്തുന്നത്. ഗ്രിൽ പോയിന്റ് ഉടമ റൈസുദ്ദീന്റെ മകൻ മാസ്റ്റർ ഹാസിം ബിലാൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലേഷ്യയിൽ നിന്നും എത്തിയ പ്രത്യേക ഷെഫുകളാണ് ഇവിടെ ഭക്ഷണമൊരുക്കുന്നത്. ടർക്കിഷ് ഗ്രിൽ ചിക്കൻ, ടർക്കിഷ് ക്രിസ്പി ബർഗർ, മലായി ടിക്ക, ചിക്കൻ കബാബ്, ഗ്രിൽ ഫിഷ് തുടങ്ങി വിവിധ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാകും. ഭക്ഷണപ്രിയർക്കായി ചൈനീസ് വിഭവങ്ങളും ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ഗ്രിൽ പോയിന്റ്, the flavors with passion and മെയിൻ ഇത് ഹെൽത്ത് കോൺഷ്യസ് ആണ്. വെച്ചാൽ ഇപ്പോൾ വരുന്ന കുറേ ഫുഡുകൾ ഹെൽത്ത് കോൺഷ്യസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫുഡുകളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെരി 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 ലെസ് ഓയിൽ ഫുഡ്സ്. പ്ലസ് ഞങ്ങളുടെ മെയിൻ ഇത് നോക്കുവാണെങ്കിൽ ഈ ടർക്കിഷ് അത്തൻറ്റിക് ടർക്കിഷ് ഹെർബ്സ് ആൻഡ് ഇന്ത്യൻ ക്ലാസിക് സ്പൈസസ്, അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ കൊടുക്കുന്ന ഒരു ഫുഡാണ്. മെയിൻലി ഇത് ടർക്കിഷ് പ്രോഡക്റ്റാണ്. ടർക്കിഷ് നമ്മൾ ടർക്കിഷിൽ തന്നെ മസാലാസ് എല്ലാം സ്പൈസസ് ഒക്കെ കളക്ട് ചെയ്ത്
അതിൻ്റെ രീതിയിൽ അതിനെ ഇന്ത്യൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊക്കെ സ്പൈസസായി മിക്സ് ചെയ്തിട്ടൊക്കെ പ്രോപ്പർ നമ്മൾ ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും ടർക്കിഷിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന മസാല തന്നെയാണ്. അപ്പം ഇവിടെ മെയിൻലി ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള ഹൈജീനിക് ആൻഡ് ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ നിങ്ങൾക്കറിയാം എല്ലാം നമ്മളെ ഹോട്ടലിൻ്റെ അകത്താണ് എല്ലാ ഗ്രില്ലും. പൊതുവേ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോഴെന്ന് വെച്ചാൽ എല്ലാം പുറത്താണ് നമ്മൾ ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാർബൺ മോണോക്സൈഡും മറ്റു കാര്യങ്ങളും നമുക്കൊക്കെ കാണാൻ പറ്റും പുറത്ത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അകത്ത് പ്രോപ്പർ നല്ലൊരു എന്താ പറയുക സേഫ്റ്റി, അതായത് ജനങ്ങൾക്ക് പിന്നെ നല്ലൊരു ഹെൽത്ത് കോൺഷ്യസ് ആണ്. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, CT അഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. സുർലു ശ്രീ ഗണേശ ഭജന മന്ദിരത്തിന്റെ 60ാം വാർഷിക പരിപാടിക്ക് തുടക്കമായി. ഉളിയ വിഷ്ണു അസ്ര തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ സാംസ്കാരിക പരിപാടികളോടെ നടക്കുന്ന പരിപാടി ഫെബ്രുവരി 9-ന് സമാപിക്കും. 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ കറന്തക്കാട് ശ്രീ വീരഹനുമാൻ മന്ദിരത്തിൽ നിന്ന് ശ്രീ ഗണേശന്റെ നൂതന രജത രേഖാചിത്രത്തോടുകൂടിയുള്ള കാഴ്ച ശോഭയാത്ര വർണ്ണാഭമായി നടന്നു. വീരഹനുമാൻ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ശ്രീ ഗണേശ് ഭജന മന്ദിരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ഗണേശ് ഭജന മന്ദിരത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ന് മുതൽ ഈ സന്നിധിയിൽ നടക്കാനിരിക്കുകയാണ്. ശ്രീ ഗണേശ് ഭജന മന്ദിരത്തിൽ വാർഷികോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. 5 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട്ട് നടന്ന അധ്യാപകർക്കായുള്ള ജില്ലാതല പ്രവൃത്തി പരിചയ ശില്പശാല സമാപിച്ചു. കലാമികവിലേക്ക് കടന്നു ചെന്ന് വിസ്മയം തീർക്കുകയാണ് അധ്യാപകർ. മണിക്കൂറുകൾ കൊണ്ട് കയർ ചവിട്ടിയും വോളിബോൾ നെറ്റുമൊക്കെ ഒരുങ്ങിയപ്പോൾ ഉണ്ടാക്കിയ അധ്യാപകർക്ക് പോലും വിശ്വസിക്കാനായില്ല ഇതൊക്കെ ഇത്ര ചെലവ് കുറഞ്ഞ് ഉണ്ടാക്കാൻ കഴിയുമെന്ന്. 5 ദിവസങ്ങളിലായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അധ്യാപകർ അവരുടെ കലാമികവ് തെളിയിച്ചത്. ജില്ലയിലെ ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒരാൾ വീതമായിരുന്നു ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയത്. വിവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ചവിട്ടികൾ, വോളിബോൾ നെറ്റ്, വാഴനാർ ഉൽപ്പന്നങ്ങൾ, ഓഫീസ് ഫയലുകൾ, ഫാബ്രിക് പെയിന്റിംഗ്, വെജിറ്റബിൾ പ്രിന്റിംഗ് തുടങ്ങിയവയെല്ലാം മണിക്കൂറുകൾക്കുള്ളിലാണ് ഇവർ നിർമ്മിച്ചത്. ഇതിൽ 120ഓളം അധ്യാപകർ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 120ഓളം അധ്യാപകർ പങ്കെടുക്കുന്നു. പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ്, ബാംബു, നാച്ചുറൽ ഫൈബേഴ്സ്, ടയർ ഡോർ മാറ്റ്, നെറ്റ്, ഫാബ്രിക് പെയിൻറ്റിംഗ്, വെജിറ്റബിൾ പ്രിൻറ്റിംഗ്, സ്ട്രോ ബോർഡ് തുടങ്ങിയ മേഖലകളിലുള്ള അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന ഒരു 5 ദിവസത്തെ കോഴ്സാണ് ഇവിടെ നടന്നത്. പി ഹരിനാരായണൻ, ശ്യാമ ശശി, PT ബെന്നി, K അശോകൻ, ചാർലി, ബിന്ദു, ലില്ലി, രുക്മിണി S നായർ എന്നിവരുടെ പരിശീലന മികവിലൂടെയാണ് അധ്യാപകർ പ്രവൃത്തി പരിചയമേളയിൽ അവരുടെ കഴിവുകൾ സ്വായത്തമാക്കിയത്. കുട്ടികൾക്ക് അറിവ് പകരുന്നതോടൊപ്പം അധ്യാപകരുടെ അകത്ത് ഒളിഞ്ഞുകിടന്നിരുന്ന കലാവൈഭവം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വേദി കൂടിയായി മാറി ഈ പ്രവൃത്തി പരിചയ ശില്പശാല. ക്യാമറാമാൻ വിമൽകുമാറിനോടൊപ്പം വിഭിഷ വിജയൻ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. DYFI ചെറുവത്തൂർ മേഖലാ കമ്മിറ്റി വർഗീയ വിരുദ്ധ സെമിനാർ നടത്തി. മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ വെങ്ങാട്ടായിരുന്നു സെമിനാർ. കൊച്ചിയിൽ ഫെബ്രുവരി 5-ന് സമാപിക്കുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായാണ് DYFI ചെറുവത്തൂർ മേഖലാ കമ്മിറ്റി വെങ്ങാട്ട് വർഗീയ വിരുദ്ധ സെമിനാർ നടത്തിയത്. മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു. ചാന്നാർ സമുദായത്തിൽപ്പെട്ട 15ഓളം ബാല്യക്കാരത്തി പെൺകുട്ടികൾ സ്വാമി വിവേകാനന്ദൻ പോകുന്നതിന് മറുവഴിയിലൂടെ നടന്നു വരിക. ആരായി? ചാന്നാർ വിഭാഗം. അന്ന് കേരളത്തിൽ ജാതി മാത്രമല്ല, ജാതിക്കുള്ളിലും ജാതിയാ. ബ്രാഹ്മണന്മാർ 12 വിഭാഗമാണ്.
ആദ്യബ്രാഹ്മണൻ അഗ്നിഹോത്രി അയ്യര് പട്ടർ പോറ്റി പൈ വാരസ്യാർ മാരാറ് എമ്പ്രാന്തരി ഉണിത്തിരി ഭട്ടതിരി പിഷാരടി 12 കുഞ്ഞുമക്കൾ ഒരു 2 അങ്ങ് ഓർമ്മിക്കണം കേട്ടോ. അതിനാ 12 പറഞ്ഞു. തൊട്ടുതാഴെയാ നായന്മാർ. നായർ 6 അതിനുള്ളിൽ വേറെയുണ്ട്. നായർ പിള്ള കുറുപ്പ് മേനോൻ പൊതുവാള് നമ്പ്യാര്. അതിനുള്ളിൽ കുറുപ്പന്മാർ 3 തരത്തിലാണ്. പടക്കുറുപ്പ്, മോയൻകുറുപ്പ്, പാരക്കുറുപ്പ്, ഇങ്ങനെ കുറെ വിഭാഗങ്ങൾ. അതിന് താഴെയാ ഈഴവന്മാർ. ഈ പ്രദേശത്തൊക്കെ ഈഴവന്മാർ കൂടുതലുള്ളവരായിരിക്കും അല്ലേ? ഈഴവന്മാരുടെ ഇടയിൽ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? 9 വിഭാഗമാണ്. അതിൽ ഏറ്റവും ഉയർന്ന വിഭാഗത്തെയാണ് ഈഴവൻ എന്ന് വിളിക്കുക. തൊട്ട് താഴെ ആശാൻ. നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ട്. കുമാരനാശാൻ എന്ന് പറഞ്ഞാൽ മാഷ് ആണ് എന്ന അർത്ഥത്തിലാണ് പഠിപ്പിക്കുക. തെറ്റാണ്. അനീഷ് വെങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കെ കുമാരൻ വൈദ്യർ, കെ രാജു, കെ പി വിജയകുമാർ എന്നിവർ സംസാരിച്ചു. കെ എം ഗിരീഷ് സ്വാഗതവും വി ബിന്ദു നന്ദിയും പറഞ്ഞു. കണ്ണങ്കൈ യുവശക്തി വനിതാവേദി ആകാശത്തിലെ ഭർത്താവ് എന്ന തെരുവ് നാടകം അവതരിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 6 ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. മാർച്ചിന് മുന്നോടിയായുള്ള പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. കരിമണൽ ഖനനം നടത്തുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി സർക്കാർ തലത്തിൽ സാധാരണ ജനങ്ങൾക്ക് വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 6 ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായുള്ള ജില്ലാ പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റ് നടത്തണം എന്നുള്ളതാണ് ഈ ജാഥയിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഗണ്യമായിട്ടുള്ള വരുമാന വിഹിതം സംഭാവന ചെയ്യുന്ന മേഖലയാണ് നിർമ്മാണ. CITU സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. KV വിശ്വനാഥൻ അധ്യക്ഷനായി. KV രാഘവൻ, M അമ്പൂഞ്ഞി, VC മാധവൻ, ജാഥ ലീഡർ മണിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. M ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CITU വർഗഭോജന സംഘടനകൾ ജാഥ ലീഡർക്ക് ഹാരാർപ്പണം നടത്തി. മരുന്നുകളുടെ വിലകൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ സെയിൽസ് റെപ്രസെന്റേറ്റീവുമാർ അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്കി. ഔഷധ വിലകൾ നിയന്ത്രിക്കുക, പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, മരുന്നുകളെയും ചികിത്സാ ഉപകരണങ്ങളെയും GST അടക്കമുള്ള എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കുക, മരുന്നുകളുടെ ഓൺലൈൻ വ്യാപാരം നിർത്തലാക്കുക, ത്രികക്ഷി സമിതി വിളിച്ചു ചേർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ പണിമുടക്കിയത്. ദേശീയ ഫെഡറേഷനായ FMRAI-യുടെ ആഹ്വാനപ്രകാരം ജില്ലയിലെ മുഴുവൻ സെയിൽസ് പ്രൊമോഷൻ തൊഴിലാളികളും പണിമുടക്കിൽ അണിചേർന്നു. പണിമുടക്കിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് നടന്ന ധർണ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ, ജീവിത സുരക്ഷ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ ആവശ്യമായ ചികിത്സാ സംവിധാനവും അതുപോലെ തന്നെ മരുന്നുമെല്ലാം ന്യായമായ വിലക്ക് ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട സ്ഥിതി ഉണ്ടാക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ അധ്യക്ഷനായി. സമരത്തിനാധാരമായ കാര്യങ്ങൾ KMSRA സോണൽ പ്രസിഡന്റ് VC മാധവൻ വിശദീകരിച്ചു. മറ്റ് സംഘടനാ നേതാക്കന്മാരായ മാധവൻ മാസ്റ്റർ, രാജീവൻ, ജയചന്ദ്രൻ, വേണുഗോപാലൻ, രാമചന്ദ്രൻ, ഹരി, രാജീവൻ, വിശ്വനാഥൻ എന്നിവരും പങ്കെടുത്തു. KMSRA ജില്ലാ സെക്രട്ടറി P മനോജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുധീർ നന്ദിയും പറഞ്ഞു.
ജില്ലാ സൗത്ത് സോൺ ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങി. തൃക്കരിപ്പൂരിലെ നടക്കാവ് സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രഥമ മത്സരത്തിൽ എടാട്ടുമ്മൽ സുഭാഷ് വിജയിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് ഫുട്ബോളിലെ സൗത്ത് സോൺ മത്സരങ്ങൾക്കാണ് നടക്കാവിലെ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വിസിൽ മുടങ്ങിയിരിക്കുന്നത്. രാജ്യാന്തര ഫുട്ബോൾ താരം എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 2 ടീമുകളും കളിക്കാർ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിന്. കാരണം ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സ് തൊട്ട് കാസർഗോഡ് ജില്ലാ ഫുട്ബോളിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഔദ്യോഗികമായിട്ടാണ് ഒരു ചടങ്ങിലേക്ക് കാസർഗോഡ് ഫുട്ബോൾ അസോസിയേഷൻ ക്ഷണിച്ചത്. അതിന് ഇത്രയും വൈകിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ വൈകിയ വേഗിലാണെങ്കിലും എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് റഫീഖ, അസീബായി, സത്താർ ചെവരോടൊക്കെ എൻ്റെ നന്ദി ഞാൻ പറയുന്നു. ഇതുപോലെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് PC ആസിഫ് അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ വനിതാ ജൂനിയർ ടീം കോച്ച് PV പ്രിയ ചടങ്ങിലെ മുഖ്യാതിഥിയായി. നമുക്ക് അവിടെ ഒരു പ്രാക്ടീസിന് പോകാൻ പറ്റുമോ, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ഒരു നിലവാരം എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ജനങ്ങൾ എങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പം അത്രയും ആൾക്കാരെ കാണുന്നില്ല എങ്കിലും ഈ ഒരു നാടിൻ്റെ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മുൻകാലങ്ങൾ നമ്മൾ ചരിത്രങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിപ്ലവമായ ഒരു മനസ്സിൽ വിപ്ലവം കൊണ്ട് നടക്കുന്ന ഒരു ജനങ്ങളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ ഏറ്റെടുക്കുമെന്നും ഈ ഒരു ഗ്രൗണ്ട് വരും കാലങ്ങളിൽ ഇപ്പൊ പറഞ്ഞു സുരേഷ് സാറിന്റെ മുൻപും പിൻപും എന്ന്. ദീർഘകാലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന MTP അബ്ദുൽ ഖാദറെ ആദരിച്ചു. K വീരമണി, TV ഗോപാലകൃഷ്ണൻ, TKM മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. ഈ മാസം 22 വരെ 21 മത്സരങ്ങളിലായി 17 ടീമുകളാണ് സൗത്ത് സോൺ മത്സരങ്ങളിൽ കളിക്കാനിറങ്ങുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ പടന്ന ഷൂട്ടേഴ്സ് ഫുട്ബോൾ അക്കാദമിയും എടാട്ടുമ്മൽ സുഭാഷ് വില്ലേജ് റിക്രിയേഷൻ ക്ലബ്ബും ഏറ്റുമുട്ടി. 1-നെതിരെ 4 ഗോളുകൾക്ക് പടന്ന ഷൂട്ടേഴ്സിനെ പരാജയപ്പെടുത്തി എടാട്ടുമ്മൽ സുഭാഷ് ലീഗിലെ ആദ്യ പോയിന്റ് നേടി. ബന്ദിയോട് ബദരിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 31ാം ഗുദ്ബിയത്ത് വാർഷികത്തിനും മജ്ലിസുൽ ഇൽമിനും തുടക്കമായി. പരിപാടിക്ക് ഫെബ്രുവരി 11-ന് സമാപനമാകും. ബന്ദിയോട് ബദരിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടത്തിവരാറുള്ള ഗുദ്ബിയത്ത് നേർച്ചയുടെ 31ാം വാർഷികവും മജ്ലിസുൽ ഇൽമിനും തുടക്കമായി. പരിപാടി KS സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ MB യൂസഫ് പതാക ഉയർത്തിയതോടെ ചടങ്ങിന് തുടക്കമായി. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് BM അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. നൌഷാദ് അസനി മുഖ്യപ്രഭാഷണം നടത്തി. ഫെബ്രുവരി 11-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ സയ്യിദ് ഷഫീഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ ഹാഫിസ് അബ്ദുള്ള, KR മഹ്മൂദ് ഹാജി, അബ്ബാസ് കൽമാട്ട, മഹ്മൂദ് സൂഫി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഭരണസ്തംഭനമെന്നും മുഖ്യമന്ത്രി ലക്ഷ്മി നായരിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണെന്നും KPCC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ്. അന്തരിച്ച E അഹമ്മദ് MP ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖം. കാസർഗോഡ് സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഭാരതീയ വൈദ്യകീയ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് വേഗത്തിൽ നടക്കൽ പരിപാടി സംഘടിപ്പിച്ചു. ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. AKM DSI and WA ഫെബ്രുവരി 8-ന് സംഘടിപ്പിക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.